വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ബാക്കിയുള്ളൂ അല്ലെ. നമ്മുടെ എക്കണോമിക്സിലാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പൊ പല മക്കൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പൊ ഈ ഒരു ടോപ്പിക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം നമ്മുടെ എക്കണോമിയിൽ 4 സെക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഹൗസ് ഹോൾഡ്, ഫേം, എക്സ്റ്റേണൽ സെക്ടർ, ഗവൺമെന്റ്. ഈ 4 സെക്ടേഴ്സും തമ്മിൽ എന്തായാലും ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും, ഒരു കണക്ഷൻ എന്തായാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കും. ഇതിന് നമ്മളൊന്ന് പിക്ചറിൽ കാണിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് മോഡൽ ഉണ്ടെങ്കിലും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 സെക്ടർ മോഡലാണ്. അതായത് ഹൗസ് ഹോൾഡും ഫേമും മാത്രം തമ്മിലുള്ള ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഇന്റർ കണക്ഷനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചില അസംഷൻസ് നമ്മൾ നോക്കാനുണ്ട്. അതായത് ഈ ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ട് ചില അസംഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ജസ്റ്റ് നോക്കാം. There are only 2 sectors in the economy. നമ്മൾ ആദ്യത്തെ അസംഷൻ ആണ് 2 സെക്ടർ മാത്രമേ ഉള്ളൂ, ഹൗസ് ഹോൾഡും ഫേമും. പിന്നെ ഹൗസ് ഹോൾഡ് സപ്ലൈ ഫാക്ടർ സർവീസസ്, ഫേം ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഹൗസ് ഹോൾഡ് ആണ് ഫാക്ടർ സർവീസസ് കൊടുക്കുന്നത്, ഫേം ആണ് അത് വാങ്ങുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. ദെൻ ഹൗസ് ഹോൾഡ് സ്പെൻഡ് ദർ ഇന്റർ ഇൻകം ഓൺ കൺസംഷൻ. മൂന്നാമത്തെ അസംഷൻ ആണ് ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും കൺസ്യൂം ചെയ്യാണ്, ഒന്നും സേവ് ചെയ്യുന്നില്ല. അടുത്തത് ഫേം സെൽ ദർ എൻറ്റയർ ഔട്ട്പുട്ട് ടു ദ ഹൗസ് ഹോൾഡ്. ഫേം മറ്റാർക്കും അവരുടെ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്നില്ല, ഹൗസ് ഹോൾഡിന് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. ദെൻ ദ എക്കണോമി ഈസ് ക്ലോസ്ഡ് എക്കണോമിയാണ്, ഗവൺമെന്റ് ഇല്ല. ഇതാണ് നമ്മുടെ അസംഷൻസ്. ഇതൊന്നും ശരിക്കും റിയൽ ലൈഫിൽ കറക്റ്റ് ഒന്നും അല്ല, നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടി വെക്കുന്ന അസംഷൻസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ ഡയഗ്രാം 2 സെക്ടർ എക്കണോമിയിൽ, ഹൗസ് ഹോൾഡും ഫേമും. അപ്പൊ ഇതിൽ 4 ഫ്ലോ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ 4 മാർക്കറ്റും ഉണ്ട് കേട്ടോ. 2 മാർക്കറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് മാർക്കറ്റും ഫാക്ടർ മാർക്കറ്റും. ഇതിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ ഈ താഴെ കാണുന്നത് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിന്റെ ഈ 3ാമത്തെയും 4ാമത്തെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ വരുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മേലെ ഭാഗത്തുള്ള 1ാമത്തെയും 2ാമത്തെയും ഫ്ലോ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമുക്ക് ഓരോ ഫ്ലോ ആയിട്ട് നോക്കാം. ഓരോ ഫ്ലോ ആയിട്ട് എന്താ ഇത് പറയുന്നത് എന്നുള്ളത് നോക്കാം. 1ാമത്തെ ഫ്ലോ, ദ മെയിൻ ആക്ടിവിറ്റി ഓഫ് ദ ഹൗസ് ഹോൾഡ് ഈ സപ്ലൈ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് ആണ്. അതാണ് 1ാമത്തെ ഫ്ലോ. നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. 1ാമത്തെ ഫ്ലോ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നമുക്കറിയാം ഈ 4 ഫാക്ടേഴ്സിന്റെയും ഓണർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ആണ്. അവരാണ് ഇത് ഫേമിന് സപ്ലൈ ചെയ്യുന്നത്. അതുണ്ടെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ നമുക്കറിയാം അല്ലെ. അപ്പൊ ഫേമിന് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് ആണ്. അതാണ് 1ാമത്തെ ഫ്ലോ. അപ്പൊ ഫേം എന്ത് ചെയ്യുന്നു? ഈ ഹൗസ് ഹോൾഡ് ഒക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഫേം എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സിന് റിവാർഡ് കൊടുക്കുന്നു. ഇത് യൂസ് ചെയ്തിട്ട് മിണ്ടാതിരുന്നാൽ പോരല്ലോ, ഇതിനെന്തായാലും റിവാർഡ് കൊടുക്കണം. അതാണ് ഫേമിനെ സംബന്ധിച്ച് ഫാക്ടർ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് 2ാമത്തെ ഫ്ലോ, ഫാക്ടർ ഇൻകം. ഫേമിന് അത് ഫാക്ടർ പേയ്മെന്റ് ആയിരിക്കും, പക്ഷെ ഹൗസ് ഹോൾഡിന് കിട്ടുമ്പോൾ അത് ഫാക്ടർ ഇൻകം ആണ് അല്ലെ. ഏതൊക്കെയാണ് ആ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്? ലാൻഡ് കൊടുക്കുമ്പോൾ അവർക്ക് റെന്റ് കിട്ടുന്നുണ്ട്, ദെൻ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, ലേബറിന് വേജസ് കിട്ടുന്നുണ്ട്, ലാസ്റ്റ് ഓണ്ടർപ്രണർക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. ഇതാണ് ഫാക്ടർ ഇൻകം അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെന്റ്. രണ്ടും സെയിം ആണ്. അതാണ് 2ാമത്തെ ഫ്ലോ. അടുത്തത് 3ാമത്തെ ഫ്ലോ. ഈ ഇൻകം ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫേം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് 3ാമത്തെ ഫ്ലോ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹൗസ് ഹോൾഡ് ഫേമിലേക്കാണ് ആ പൈസ കൊടുക്കുന്നത്. അതായത് ഫേം ഉണ്ടാക്കിയ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പൈസ എന്ത് ചെയ്യുന്നത്? സ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് ഫ്ലോ, 4ാമത്തെ ഫ്ലോ. ഈ പൈസ വാങ്ങിയിട്ട് ഫേം എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് തിരിച്ച് ഹൗസ് ഹോൾഡിന് സപ്ലൈ ചെയ്യുന്നു. അതാണ് 4ാമത്തെ ഫ്ലോ. ഇവിടെ നോക്കിയാൽ കാണാം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പൈസ വാങ്ങുന്നു, ഫേം തിരിച്ച് അവർക്ക് ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ 4 ഫ്ലോ പഠിച്ചു. ഈ 4 ഫ്ലോനെയും കൂടെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്, മണി ഫ്ലോ ആൻഡ് റിയൽ ഫ്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മണി ഫ്ലോ എന്നുള്ളത്. ദ ഫ്ലോ ഓഫ് മണി, അതിന്റെ പേരിൽ തന്നെയുണ്ട് അല്ലെ. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കോ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കോ പൈസ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ആണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ
റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെയും, പൈസ അല്ലാതെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഒക്കെ ഫ്ലോ ആണ് റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ഈ 4 ഫ്ലോയിൽ ഏതൊക്കെയാണ് മണി ഫ്ലോ, ഏതൊക്കെയാണ് റിയൽ ഫ്ലോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക്, അതൊരു റിയൽ ഫ്ലോ ആണ് അല്ലെ. അതുപോലെ തന്നെ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും നമുക്കറിയാം ഒന്നാമത്തെയും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച 4ാമത്തെയും ഫ്ലോ, ഇത് രണ്ടും റിയൽ ഫ്ലോ ആണ്. ഇനി ഇവിടെ നോക്കാം, ഫാക്ടർ ഇൻകം, ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഫാക്ടർ ഇൻകം അതൊരു പേയ്മെന്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് അതും ഒരു പേയ്മെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ 2ാമത്തെയും 3ാമത്തെയും ഫ്ലോ, ഫാക്ടർ പേയ്മെന്റും അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും, ഇത് രണ്ടും മണി ഫ്ലോ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു, അതുപയോഗിച്ചിട്ട് ഫേം പ്രൊഡക്ഷൻ നടത്തുന്നു, പകരം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾക്ക് റിവാർഡായിട്ട് ഫാക്ടർ പേയ്മെന്റ് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ് ആ കിട്ടിയ പേയ്മെന്റ് എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു ഫേമിന്. അതുപോലെ തന്നെ ഫേം തിരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഇങ്ങനെ ഒരു ചോദ്യം വരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തൂടെ? ഇങ്ങനെയാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നിന്ന് ചോദ്യം വരാറുള്ളത്. ഇങ്ങനെ തന്നതിന് ശേഷം ഇത് ഏതൊക്കെ ഫ്ലോ ആണെന്ന് പറയാൻ വേണ്ടി പറയും. അപ്പൊ ഇതെല്ലാവരും ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇതുപോലെ എക്കണോമിക്സിലെ ടേംസ് ഒക്കെ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.